ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാർഡ്ബോർഡും വൈറ്റ് സിമൻറ്റും കൊണ്ട് ഒരു അടിപൊളി പോട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും, വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് ഒരു 4 സെൻറ്റിമീറ്റർ വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്ററും 14 സെൻറ്റിമീറ്റർ പൊക്കവും 4 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടി സൈഡിൽ ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്കതിന് മുകളിലത്തെ 4 സെൻറ്റിമീറ്ററിൽ നിന്ന് അടിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 1 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് കളയണം, രണ്ട് സൈഡും. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വരച്ചിട്ട് അതിനകത്ത് നമുക്ക് രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതേ കണക്കത്തെ ഒരു 11 പീസുകൾ മൊത്തത്തിൽ വേണം. എന്നിട്ട് അടുത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി കൂടിയ മുകൾ ഭാഗം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കളയാം എല്ലാ പീസിൻ്റെയും. അപ്പോൾ എല്ലാ പീസിൻ്റെയും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസുകളെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് ഒന്നിച്ചൊട്ടിച്ച് ചേർക്കാം. അപ്പോൾ എല്ലാ സൈഡും സെല്ലോ ടേപ്പ് വെച്ച് ഒന്നിച്ച് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടി സൈഡ് നമുക്ക് അടച്ചെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. അതിന് മുകളിലോട്ട് നമ്മൾ മോൾഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് സെറ്റ് കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് അതിനൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്തിട്ട് അതിനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതിൻ്റെ അടി സൈഡിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത് ചെയ്യാനുള്ളത് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ടേക്കണം. ആ ഹോളിട്ടിട്ട് അതിനകത്ത് ചെറിയൊരു പൈപ്പിൻ്റെ പീസോ അല്ലെങ്കിൽ നമ്മുടെ പഴയ പേനയുടെ എന്തെങ്കിലും പീസ് കട്ട് ചെയ്ത് വെച്ചാലും മതിയാകും. ഇനി അടുത്ത് വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് നമുക്ക് എല്ലാ സൈഡിലും അകത്ത് എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ റൗണ്ട് ചെയ്ത് ചുറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം ഒഴിച്ചു കൊടുത്ത് കറക്കിയെടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് അത് ഏകദേശം 1-2 മണിക്കൂർ കഴിയുമ്പോൾ അത് സെറ്റാവും. അത് കഴിഞ്ഞിട്ട് അടുത്ത് സെക്കൻഡ് ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സെക്കൻഡ് ലെയർ ഒഴിക്കപ്പോൾ നല്ല കട്ടി കൂട്ടി ഒഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ദിവസം 2 ലെയർ ഒഴിച്ചിട്ട് 24 മണിക്കൂർ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഒരു 6 പ്രാവശ്യം കൂടെ ഒഴിച്ച് കട്ടി കൂട്ടിയെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ 8 തവണ ഒഴിച്ചു കൊടുക്കുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കട്ടി കിട്ടും. അപ്പോൾ ഒഴിക്കാൻ നേരത്ത് അതിൻ്റെ മുകളിലത്തെ എൻ്റെ ഭാഗത്തു നിന്ന് തടുപ്പ് കാണും. ആ തടുപ്പ് നമുക്ക് എടുത്ത് മാറ്റേണ്ട, അത് ഒരു ബോർഡറായിട്ട് മുകളിൽ വെച്ചേക്കാം. അപ്പോൾ മൊത്തത്തിൽ ഒരു 3 ദിവസം കഴിയുമ്പം നമ്മുടെ ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടി സൈഡിലുള്ള പൈപ്പെല്ലാം എടുത്ത് മാറ്റണം. എന്നിട്ട് നമ്മൾ ഒട്ടിച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസെല്ലാം എടുത്ത് മാറ്റി ഇനി 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ പുറ സൈഡിൽ ഉള്ള ചെറിയ തടുപ്പുകളെല്ലാം നല്ലവണ്ണം പേപ്പർ ഇട്ടെടുക്കുക. അപ്പോൾ പേപ്പർ ഇടുമ്പോഴും മുകളിലത്തെ റൗണ്ട് ഷേപ്പൊക്കെ ഒരുവിധം വൃത്തിക്ക് വലിയ തടുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ലവണ്ണം ചുരണ്ടി കളയുക. ആ ബോർഡറായിട്ടിരിക്കുന്നതെല്ലാം കറക്റ്റ് പേപ്പർ ഇട്ട് തന്നെ ലെവൽ ചെയ്ത് നമുക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ അടി സൈഡൊക്കെ ചെറുതായിട്ടൊരു ലെവൽ കിട്ടാൻ വേണ്ടി ചെറിയ കത്തി ഉപയോഗിച്ച് ആ തടുപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയപ്പം ആ ബോർഡറും നല്ല രീതിയിൽ ലെവലിന് കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ 8 തവണ ഒഴിക്കപ്പോൾ ഈ ബോർഡർ എന്തായാലും അവിടെ ബോർഡർ വന്നോളും. അപ്പോൾ അതിൻ്റെ പുറത്ത് പറ്റുന്നത് തുടച്ച് മാറ്റാതിരുന്നാൽ മാത്രം മതി. ഇനി നമുക്ക് പേപ്പറെല്ലാം ഇട്ട് തീർന്നിട്ട് ആ ബോർഡറിൻ്റെ അടി സൈഡിലൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സൈഡിൽ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമുക്ക് വൈറ്റ് സിമൻറ്റ് കട്ടിക്ക് കലക്കി അതിൻ്റെ അടി സൈഡും കൂടെ ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുക്കാം. ബോർഡർ നല്ലവണ്ണം വൃത്തിക്ക് ചെറിയ കത്തി കരണ്ടിയോ ഉപയോഗിച്ച് തേച്ചെടുത്തിട്ട് അടുത്ത് ബാക്കി വരുന്ന വൈറ്റ് സിമൻറ്റ് എല്ലാം കൂടെ കൊണ്ട് നമുക്ക് മൊത്തത്തിൽ ചെടിച്ചട്ടിയുടെ അപ്പുറ സൈഡിൽ 1-2 കോട്ട് നല്ലവണ്ണം കട്ടിക്ക് അടിച്ചു കൊടുക്കുക. അതൊരു വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വീണ്ടും 80-ൻ്റെ പേപ്പർ ഉപയോഗിച്ച്
വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇനി രണ്ടാമത് പേപ്പറോടൊപ്പം പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും, നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ 80-ൻ്റെ പേപ്പറെല്ലാം ഉപയോഗിച്ച് അകവും പുറവും പേപ്പർ ഇട്ടിട്ട് അടുത്ത് വേണ്ടത് 220-ൻ്റെ പേപ്പറാണ്. 220-ൻ്റെ പേപ്പർ കൂടെ ഇടാൻ നേരത്തെ ഏകദേശം നല്ലൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ പേപ്പറെല്ലാം ഇട്ടതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കളറാണ്. കളറിന് വേണ്ടി ആദ്യം ബേസിക് കോട്ടായിട്ട് കൊടുക്കുന്നത് ആക്രിലിക്കിൻ്റെ വൈറ്റാണ്. അപ്പോൾ വൈറ്റ് ഒരു കോട്ട് കൊടുത്തതിന് ശേഷം ആ വൈറ്റിൽ തന്നെ ആക്രിലിക്കിൻ്റെ ഗ്രീനും കൂടെ ചേർത്ത് പിന്നെ ലൈറ്റ് എല്ലാം കൂടെ ചെറിയൊരളവിൽ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടിച്ചട്ടിയുടെ പുറ സൈഡിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ബൈ.